കാലിക്കറ്റ് എത്തിയ ദിവസം കേട്ടോ അത്. രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ ഉടുത്തൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, രണ്ടാളും കോട്ടും എടുത്തില്ല. അപ്പോഴാണ് റഫീഖിനെ കണ്ടത്. അങ്ങനെ റഫീഖായിട്ട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം മഴ ചോറുന്നുണ്ട്. നമ്മൾ നേരെ പുറത്തൊക്കെ പോയി വന്നു. എവിടെയോ പോയെന്നൊക്കെയുള്ള അടുത്ത വ്ളോഗ്സിൽ പറയാം. അങ്ങനെ പോയി വന്നപ്പം നല്ല അടിപൊളി പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊതിച്ചോറൊക്കെ കഴിച്ച് ഈവനിങ് ആയ സമയത്ത്, വൈകുന്നേരം ഒരു 6 മണി 6:30 ആയ സമയത്ത് ഞാനും അമ്മയും വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നൈറ്റ് ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് നമ്മുടെ മൊകവൂര് കാമ്പർത്താവിൻ്റെ തൊട്ടടുത്തുള്ള ചെറുക്കഞ്ചൻ്റെ പീടിയ, പണ്ടേ അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്നൊരു പീടിയ കേട്ടോ. ഇവിടുത്തെ ബീഫും പൊറാട്ടയും ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ പൊറാട്ടയും പാർട്സ് കറി, ബട്ട് പാർട്സ് കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ബീഫും പൊറാട്ടയും ഒരു രക്ഷയില്ലാത്ത ഐറ്റംസ് ആണ്. പാർട്സ് കറി അമ്മ കുഴപ്പമില്ല, അപ്പം ഞാൻ പറയും എന്തെങ്കിലും ഒന്ന് പറയും നന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ. പിന്നെ അവിടുത്തെ ബീഫും പൊറാട്ടയും നല്ല ടേസ്റ്റാണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ അവിടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ കൂട്ടി അവർ റിനോവേറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കിഡിലൻ ചായയും കൂടെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് ഞാനും അമ്മയും കൂടെ ഈവനിങ് ഇങ്ങനെ കാർ ഓടിച്ച് എൻജോയ് ചെയ്ത് വരിക കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പം അമ്മമ്മക്ക് ഞാനൊരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അമ്മമ്മൻ്റെ വീട്ടിലെ ക്ലോക്ക് അമ്മച്ചൻ മരിച്ച സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വീണ് പൊട്ടിപ്പോയതാണ്. അതിനുശേഷം ഇത്രയും കാലം എടുത്തോ എന്ന് ചോദിക്കേണ്ട. ഇപ്പോഴാണ് അവിടെ ഒരു ക്ലോക്ക് ഇല്ലായ്മ അമ്മമ്മ എടുത്ത് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്.